എന്താണത് പറയാനുള്ളൊരു? അല്ല, ആ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. ഞാനും വില്ലൻ വേഷം ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അതിനകത്തൊന്നും ഞാൻ എന്താ പറച്ചിലേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, നെറുകേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതൊത്തുമോ ചെയ്തിരിക്കുന്നത്. ജഗദീഷ് അങ്ങനെ ഒരു രീതിയിലേ അല്ല ഒരു പടത്തിൽ അഭിനയിച്ചല്ലേ, വേറൊരു ലൈനാണ് ജഗദീഷ്. ജഗദീഷും പറയണ്ടായി, അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു അനീഫ് അദേനി അല്ലേ. വൺ ഓഫ് മൈ ഫേവറേറ്റ് പിക്സ് ആണ് അത് എന്തെങ്കിലും ഒരു തവണ റെക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫോട്ടോയാണ്. അന്നേരം അത് മമ്മൂക്കയുടെ ക്യാമറയിൽ എടുത്ത പടമാണ്. പുള്ളി ആവശ്യപ്പെട്ടിട്ട് നാളെ ആരാതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ടിക്കറ്റ് നമ്മുടെ ക്യാമറയിൽ ഒരു പടം എന്ന് പറഞ്ഞിട്ട് പുള്ളി എടുപ്പിച്ചതാണ്. സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ കിട്ടിയത് തന്നെ ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിലാണല്ലോ, ആ ഒരു വോയിസിന്റെ ഒക്കെ വരുമ്പോഴത്തേന്. അപ്പൊ നമുക്ക് എന്നാണ് ഈ ഒരു വോയിസിൽ ഒരു പാട്ടൊക്കെ കേൾക്കാൻ പറ്റും? പാട്ട് കേൾക്കണം, പാടിയിട്ടുണ്ട്. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി. ഞാൻ ഇനി ഒരു സെക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണേ, ഒരു കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണിക്കും. എനിക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറീസ് കാര്യങ്ങളൊക്കെ അബെനിൻ്റെയും ചേട്ടൻ്റെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇപ്പം ഇത് നമ്മുടെ ഒരു അബെനോട് ഇത് ശരിക്കും ഫുൾ കോമഡിയാണ് അല്ലേ ഇവർ കിട്ടുന്നത് ഫുള്ള്. അതായത് റയാനും അബെനും തമ്മിലുള്ള ബോണ്ടിങ്ങിന്റെ കാര്യമാണ്, ഫുൾ ചർച്ച ഇത് തന്നെയാണ്. അപ്പം ഇത് ഇങ്ങനെ ഈ ട്രോളൊക്കെ നമ്മള് ശരിക്കും അത് എൻജോയ് ചെയ്യാറുണ്ടോ? ഞാൻ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഒരുപാട് ട്രോൾസ് ഉണ്ട്. പിന്നെ ഒരു പയ്യൻ ഇങ്ങനെ ഇട്ടിരുന്നു, ഇത് കണ്ടിട്ട് വീട്ടിൽ വന്ന് ട്രോമറ്റൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ. ഞാൻ പോയി താഴെ കമന്റ് ചെയ്ത് ഒരു സിലിണ്ടർ എടുക്കട്ടെ, അത് കുറെ അതൊക്കെ അങ്ങനെ എൻജോയ് ചെയ്യണം. ഇതൊക്കെ എനിക്ക് ഇഷ്ടം. അതൊക്കെ ഇങ്ങനെയൊക്കെ. ഇപ്പം അടുത്തൊരു വീഡിയോ. ഇപ്പൊ ചേട്ടൻ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഇത്രയും നെറുകേടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് ആ മൊമെന്റിലെ എന്താണത് പറയാനുള്ളൊരു ഉള്ളിയൊരു സംഭവം വരണമല്ലോ. അല്ല, ആ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. ആ ക്യാരക്ടർ ഞാനും വില്ലൻ വേഷം ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അത് തന്നെയല്ല, ലീഡ് ഒരു ആൻറ്റി ഹീറോ ക്യാരക്ടർ പോലത്തെ ആണ് പറച്ചിലേക്ക്. അതൊക്കെ അതിനകത്തൊന്നും ഞാൻ എന്താ പറച്ചിലേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, നെറുകേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതെല്ലാം ഞാൻ പിള്ളേരെ കൊണ്ട് ജയിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൊട്ടേഷൻ ടീമിനെ കൊണ്ട് ജയിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാനതിനെല്ലാം മാസ്റ്റർ ബ്രെയിനായിട്ട് നിന്നിട്ടേ ഉള്ളൂ. ഇറങ്ങിയൊരു അടി അടിച്ചിട്ടില്ല, ആരെ അടിച്ചിട്ടില്ല. ഇതൊത്തുമോ ചെയ്തിരിക്കുന്നത്. അത് വളരെ ഫണ്ണായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പാർട്ടിക്കാരൊക്കെ ചെയ്തില്ലേ, മറ്റേ നേതാക്കന്മാരൊക്കെ നിൽക്കത്തേ ഉള്ളൂ, അണികളെയും കൊണ്ടാണ് ജയിപ്പിക്കുന്നത്, പഴയ വില്ലന്മാരല്ലേ. അടുത്ത ഒരു ഫോട്ടോയാണേ, ഇത് മുത്തച്ഛൻ്റെ കൂടെ ഉള്ളേ. ഇതിന്റെ ഒരു എന്തെങ്കിലും ഒരു ഓർമ്മ മുത്തച്ഛനായിട്ടുള്ള? അതിന്റെ ഒരു ഓർമ്മ എനിക്കില്ല. ഇതൊക്കെ ഏത് പ്രായത്തിലുള്ളതാ ചേട്ടാ? അത് എനിക്ക് തോന്നുന്നു 2 മാസം 3 മാസമുള്ളൂ. ഇത് അച്ഛൻ്റെ തിരുവനന്തപുരത്തെ ഫ്ലാറ്റില് ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു അന്ന്. അപ്പൊ അന്നേരം അച്ഛനെ 28 കിട്ടുന്നത് അതൊക്കെ അതിന് മുമ്പുള്ളതാണ്. അപ്പൊ ആ സമയത്തുള്ളത്. അടുത്തതാ നമ്മുടെ എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പിക്സ് ആണ് അത് എന്തെങ്കിലും ഒരു തവണ റെക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫോട്ടോയാണ്. ഞാൻ മുടിയൊക്കെ ഇറച്ചിപ്പിടുതായി, പുള്ളി ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. ഫാൻഡം എന്നുള്ള മമ്മൂക്കയുടെ ഫാൻഡം എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഞാനും അതിനകത്ത് അഭിനയിച്ചു. അത് മറയൂരായിരുന്നു അതിന്റെ ഷൂട്ടിങ്. മറയൂരാണ് അതിന്റെ. ഇപ്പൊ ഞാൻ വിലായത്ത് ബുദ്ധ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്. ആ മറയൂര് ചെയ്യുന്നപ്പോൾ ഒരു ദിവസം മമ്മൂക്കയുടെ കൂടെ ഇവന് ഒരു പടം എടുക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് അവനെ കൊണ്ടുപോയതാണ്. അന്നേരം അത് മമ്മൂക്കയുടെ ക്യാമറയിൽ എടുത്ത പടമാണ്. പുള്ളി ആവശ്യപ്പെട്ടിട്ട് നാളെ ആരാതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഇരിക്കട്ടെ നമ്മുടെ ക്യാമറയിൽ ഒരു പടം എന്ന് പറഞ്ഞിട്ട് പുള്ളി എടുപ്പിച്ചതാണ്. അതാണ് ആ പട്ടത്തിന്റെ പ്രത്യേകത. ഇപ്പൊ മമ്മൂക്ക എടുക്കുന്ന പടങ്ങളെല്ലാം ഇങ്ങനെ ട്രെൻഡിങ് ആണല്ലോ. അവർക്ക് ആദ്യത്തെ സമയത്തെ മമ്മൂക്കയുടെ ക്യാമറ വന്ന ഒരാളാണല്ലേ. ഇപ്പൊ നിങ്ങൾ 3 പേരോടുള്ള ഈ ഒരു ഫോട്ടോയും എനിക്ക് തോന്നുന്നു വളരെ നിങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അല്ലേ ഈ ഒരു സമയം? അത് വളരെ വർഷങ്ങൾക്ക് ഞാൻ +1 പഠിക്കുമ്പോഴാണ്. അപ്പം ഈ നമ്മൾ അച്ഛനെയും മുത്തച്ഛനെയും കണ്ടു വളർന്ന ഒരാളെന്ന നിലയിലെ ഇപ്പൊ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കിനും ചില കാര്യങ്ങളൊക്കെ ഓക്കെ ഇതേപോലൊക്കെ ചെയ്യണം എന്ന് തോന്നിയ കുറെ കാര്യങ്ങളുണ്ടോ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കാര്യങ്ങൾ? അങ്ങനെ കോപ്പി അടിച്ച് ചെയ്യണം അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റൈലിൽ അല്ല, എന്നാലും നമ്മൾ ഡീൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കാണല്ലോ, കാരണം സിനിമയാണ്. ഇപ്പം അച്ഛൻ എന്തായാലും കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഫീൽഡ് ഇങ്ങനെയാണ്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ എന്തായാലും നമ്മൾ കണ്ടു കേട്ട് വരുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവനടുത്ത് ഷെയർ ചെയ്യാറില്ല. അത് എന്റെ പ്രശ്നങ്ങൾ എന്റെ ഞാൻ ഒതുക്കാറുള്ളൂ, ഞാൻ പറയാറില്ല. അഭിനയം എന്നാലും നമ്മളെ കണ്ടുപഠിക്കണമല്ലോ, അച്ഛനെയും മുത്തച്ഛനെയും കണ്ടുപഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് നമ്മൾ സ്വയം എടുക്കുമല്ലോ.
അത് ഇപ്പൊ മാർക്കോയില് അഭിനയിക്കുമ്പോൾ 1-2 സീനിലൊക്കെ ചെയ്തപ്പോൾ അവർ തന്നെ പറഞ്ഞു, അത് ഞാൻ ആ ഡയലോഗ് ഡെലിവറി പറയുമ്പോൾ അച്ഛൻ പറയുന്നവരൊക്കെ തോന്നി എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അച്ഛനെ കോപ്പി ചെയ്തൊന്നുമല്ല, നാച്ചുറലി വന്നതാണ്. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഡയലോഗ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സമീപിക്കുന്ന രീതി എന്ന് പറയുന്നത് അവൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നിരിക്കുന്ന ഒരു രീതിയാണല്ലോ ഇത്. അപ്പം അതുകൊണ്ട് നാച്ചുറലി അത് ഇപ്പം എന്നെക്കുറിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പല സമയം ഇപ്പോൾ എന്താണ് പടത്തിൻ്റെ പേര് ഞാൻ മുട്ടയടിച്ച് അഭിനയിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ, മൃഗ ഡോക്ടറായിട്ട് അഭിനയിച്ചത് പാൽത്തൂജാൻ. അത് കണ്ടിട്ട് മൂക്കില രാജ്യത്തെ അച്ഛൻ്റെ പെർഫോമൻസ് പോലെയാണ് അത് ഒരു ഇതായിട്ട് തോന്നുന്നതാണ്. അങ്ങനെ വെച്ചാൽ ആ രീതിയിലുള്ളൊരു ക്യാരക്ടറാണത്, ഒരല്പം എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു എന്താണ്. അതങ്ങനെ വന്നപ്പോൾ ഞാൻ ഇത്ര ഉള്ളപ്പോൾ മുതൽ കണ്ടു വളരുന്ന അതാണ്. എന്താണ് അക്ഷരാർത്ഥത്തിൽ എന്നെ സ്റ്റേജിൽ പെട്ടിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്ര ചെറുപ്പത്തിൽ ഞാൻ ഈ പണി തുടങ്ങിയതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇതെൻ്റെ പെർഫോമൻസിലുണ്ടാകും. ഞാൻ അതല്ലേ കണ്ടു വളർന്നിരിക്കുന്നത്. അത് നാച്ചുറൽ. അങ്ങനെ അതിനെ ഒരു ഇതായിട്ട് കോപ്പിഡ് എന്നുള്ളത് അല്ലത്. അതേസമയം ഞാൻ മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് അത് കോപ്പിഡ് ആകുന്നത്, ഇല്ലേ? ഇപ്പം നമ്മൾ ശ്രീ മോഹൻലാലിനെ പോലെ ആ രീതി ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഞാൻ അച്ഛനെ പോലെ പറഞ്ഞ ആരും ഒന്നും ഒരു കുഴപ്പം പറയത്തില്ല, അല്ലേ? അതാണ് അതിനകത്തെ വിഷയം. അത് ഒരു പാരമ്പര്യമായിട്ട് എന്നുള്ള ഒരു വിഷയം അവിടെ ഉണ്ട്. നമ്മൾ അതിനാണല്ലോ പറയുന്നത്, അത് ബ്ലഡിൽ അലിഞ്ഞ എന്നൊക്കെ പറയുന്നത്. ബ്ലഡ് ലൈൻ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അഭിമന്യുനും ആ ഒരു ഞാൻ ഓൾറെഡി കാണും, ഉണ്ടാവും. കാര്യം നമ്മൾ ഇത്ര ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഈ ആക്ടറിന്റെ എന്താണെന്നറിയോ? ഒബ്സർവേഷനാണ്. ഒബ്സർവേഷൻ അങ്ങ് ഏറ്റവും ഉണ്ടാകണം. അപ്പൊ അതിന് എന്താണ് എൻ്റെ അച്ഛനൊക്കെ ചെയ്തിരുന്നത് കഴിഞ്ഞാൽ പണ്ട് നാടകങ്ങൾ സംവിധാനം ചെയ്യുമായിരുന്നു. ഈ സംവിധാനം ചെയ്യുമ്പോൾ അതിനകത്ത് മിക്കവാറും ഒരു സാധാരണ മലയാള നാടകത്തിൽ ഒരു 9 മുതൽ ഒരു 11 വരെയുള്ള കഥാപാത്രങ്ങൾ കാണും. ഈ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. ഈ 9-11 കഥാപാത്രങ്ങൾ, ഇപ്പോൾ 10 കഥാപാത്രങ്ങളെ നമ്മൾ 10 നടീനടന്മാരെ പഠിപ്പിക്കുമ്പോൾ അത്രയും നമ്മുടെ ബാറ്ററി ചാർജ് ആകുക. മനസ്സിലായില്ലേ? നമുക്ക് അത്രയും ഒബ്സർവേഷൻ നമ്മുടെ ബാങ്കിൽ കൂടുകയാണ്. അതാണ് അതിനകത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ആ രീതിയിൽ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലെന്നേ. ഈ തിലകൻ സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആരോടും എന്തും വെട്ടിത്തുറന്ന് പറയാൻ മടിയില്ലാത്തൊരു ആളായിരുന്നല്ലോ അദ്ദേഹം. ഇപ്പം മലയാള സിനിമയിലായിക്കോട്ടെ ഏത് വിഷയത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാട് പറയും. ഇപ്പം എനിക്കത് കണക്ട് ചെയ്യാൻ ചോദിക്കാനുള്ള കാര്യം, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് റീസെന്റ് നമ്മൾ കേട്ട് വരുന്ന കാര്യമാണ്, അദ്ദേഹം പട്ടാളത്തിലായിരുന്നു. ആ സമയത്ത് ജവഹർലാൽ നെഹ്റു സർ അവിടെ വന്നിരുന്നു. അദ്ദേഹം ഇങ്ങനെ കുറച്ച് വിഷയങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും സത്യാവസ്ഥ എന്താണ്? കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു സംസാരമുണ്ട്. സത്യമാണ് അത്. നിങ്ങൾക്കത് കുറച്ചും കൂടെ കൺവിൻസിംഗ് ആയിട്ട് മറ്റേ ജോൺ പോൾ സാറിന്റെ ഇന്റർവ്യൂ ഉണ്ട്, സ്മൃതിയിൽ എന്നുള്ള പരിപാടിയിൽ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതില് അത് തന്നെയാണ് അതിനകത്ത് വിഷയം. അതിനകത്ത് കൂടുതൽ കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യമില്ല. അത് സത്യം തന്നെയാണ്. കാര്യം അന്നത്തെ കാലത്ത് ഈ ആർമിയിലുള്ള ഒരു സ്ഥിതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാലിനുമൊക്കെ പരിക്ക്, ഈ വാറിൽ പരിക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് മുറിച്ച് കളയും. അല്ലെങ്കിൽ കൂടുതൽ അത് ദോഷമുണ്ടാവും, മൊത്തം ശരീരം ആള് തന്നെ തട്ടിപ്പോവും. അപ്പം ഇവിടെ വെച്ച് അതായിരുന്നു ഒരു കസ്റ്റം. അതായിരുന്നു അത് മാറ്റിമറിച്ചത് അച്ഛൻ്റെ ഈ ഒരു ഇടപെടൽ കൊണ്ടാണെന്നുള്ളത് ഒരു സത്യമാണ്. അതിനുശേഷമാണ് PM അങ്ങനെ ഒരു ഓർഡർ പോലും ഇടുകയുണ്ടായി. അവരുടെ അനുവാദം ഇല്ലാതെ, ഇനി അവരുടെ ബന്ധുക്കളുടെ അനുവാദമില്ലാതെ അവരുടെ കാലൊന്നും മുറിച്ച് കളയാൻ പാടില്ല എന്നൊരു ഓർഡർ വരെ PM ഇടുകയുണ്ടായി. അത് അത് അച്ഛൻ മരിച്ച സമയത്ത് ഒരു ബ്രിഗേഡിയർ എന്നെ വിളിച്ചിട്ട്, അന്ന് റിട്ടയർഡാണ് അദ്ദേഹം, എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഷമ്മിക്ക് അറിയാവോ? ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് അതിന് പുള്ളിക്കൊരു എന്താണ് നമ്മൾ പറയുന്നത്, എന്താണ് മരണാനന്തര ബഹുമതി എന്ന് പറയുന്ന ഒരു ആർമിയൊക്കെ കൊടുക്കുന്ന ഒരു ബഹുമതി ഉണ്ടല്ലോ, അതിന് പുള്ളി അർഹനാണ്. ആ രീതിയിൽ ഒന്ന് നോക്കണേ. അപ്പം ഞാൻ അതിനോടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തു തരാം. അതെങ്ങനെയാ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് മരണാനന്തര ബഹുമതിയായിട്ട് രാഷ്ട്രം തരുന്ന അല്ല, പരംവീർ ചക്രയല്ല, അത് ആ കാറ്റഗറി അല്ല. ഇത് വേറെ ഒരു എന്താണ് എന്താ ഒരു പുള്ളി ഒരു പേര് പറയണ്ട, എനിക്കത് മനസ്സിലായില്ല. അപ്പം പുള്ളി പറഞ്ഞ് ഞാൻ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് വിളിക്കും. പിന്നെ പുള്ളി വിളിച്ച്, എനിക്ക് തോന്നുന്നു പുള്ളി മരണപ്പെട്ടു പോയി എന്നോ എനിക്ക് സംശയം. അതിനുശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അന്നേരം തന്നെ നല്ല പ്രായമുണ്ട്. അച്ഛൻ മരിച്ച സമയത്ത് അച്ഛനേക്കാളും പ്രായമുള്ള ആളാണ്
അദ്ദേഹം അന്ന് ബ്രിഗേഡിയർ ആയിരുന്നു അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയത്ത്. ശരിയാണ്. കാരണം ആ ഒരു ആർമിയുടെ തന്നെ വലിയൊരു റൂളിനെ മാറ്റിയതാണല്ലോ അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടല്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ഐ ഓപ്പണർ ആയിരുന്നു അത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്തല്ലേ, അദ്ദേഹത്തെ പോലെ ഒരു വലിയ വലിയൊരു നടനെ കിട്ടുമെന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു ലോസ് ഉണ്ടായെങ്കിലും ഇത് മലയാള സിനിമയ്ക്ക് വളരെ ലാഭമായിട്ട് വന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ പഴയ നടന്മാരാരും പറയുകയാണെങ്കിൽ അവരിപ്പം വന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് ചെയ്യുവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജഗദീഷ് ചേട്ടനെ ഇത്രയും നാളും കാണാത്തൊരു ക്യാരക്ടറാണ് കണ്ടേക്കുന്നത്. ആ ഒരു ഇൻട്രൊഡക്ഷൻ പോലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തല്ല. അവിടെയും ജഗദീഷും പറയണ്ടായി, അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു അനീഫ് അദേനി അല്ലേ. ജഗദീഷും പറഞ്ഞ ജഗദീഷ് അങ്ങനെ ഒരു രീതിയിലേ അല്ല ഒരു പടത്തിൽ അഭിനയിച്ചുള്ളത്, വേറൊരു ലൈനാണ് ജഗദീഷ്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു ജഗദീഷിനെ ആക്കി മാറ്റിയത് ലൈക്ക് ഇവനെ മാറ്റിയതുപോലെ തന്നെയാണ് എന്നാണ് എനിക്കും തോന്നുന്നത്. അത് ജഗദീഷ് സംഭവിച്ച കാര്യമാണ്. അത് ജഗദീഷിനെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റോളിലേക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലോ, അത്രയും ബ്രൂട്ടലി അത്രയും താന്നുള്ളൊരു റോളിലേക്ക്. അപ്പം ജഗദീഷ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഒരു ഇൻട്രോ സീനൊക്കെ നമ്മൾക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഇൻട്രോ സീനാണ്, അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം എനിക്ക് തോന്നുന്നു അഭിമന്യു കൊച്ചിലെ പോലെ ജഗദീഷ് ചേട്ടന്റെ കോമഡി റോളുകളും ക്യാരക്ടർ റോളുകളും ഹീറോ റോളുകളൊക്കെയാണല്ലോ കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾക്കൊപ്പം ഒരു കോംബോയാണ് വന്നേക്കുന്നത് വില്ലൻ റോളില്. അപ്പൊ അതെങ്ങനെയുണ്ട് ആ ഒരു ചേട്ടനൊപ്പം ഉള്ളൊരു സിനിമയിലോട്ട് വരുമ്പോൾ സിനിമയിലെ ആദ്യത്തെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് തന്നെയാണ്. പിന്നെ പുള്ളിയുടെ വർക്ക് അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ഓരോ സീനിലാണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ പുള്ളി ഭയങ്കര ഒരു പോസിറ്റീവാണ്. പുള്ളി അഭിനയിക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. എനിക്ക് മാത്രമല്ല അതിന് എല്ലാവർക്കും നമ്മൾ അങ്ങോട്ടും പറയുമോ പുള്ളി കിടലാണ്, വർക്ക് ചെയ്യാൻ കിടലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ചില്ല അങ്ങനെ നിൽക്കും. ജഗദീഷ് അവരൊക്കെ സെറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടത് അതൊരു രസമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാന്നുള്ളത്. എനിക്ക് നമ്മൾ ഇന്റർവ്യൂലൊക്കെ കാണുമ്പോഴാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയുമല്ലോ, അതേപോലെ തന്നെയായിരുന്നു സെറ്റിലും ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അല്ല അങ്ങനെ പറയാൻ സമയം കിട്ടിയില്ല, പക്ഷേ വർക്ക് അടിപൊളി, വർക്ക് ചെയ്യാൻ അടിപൊളിയായിരുന്നു. സിദ്ധിക്കങ്ങളും അത് തന്നെയായിരുന്നു. ഞങ്ങൾ ഒരു സീനിലേ ഉള്ളൂ, പക്ഷെ ആ സീനിൽ തന്നെ ഒരു ടൈറ്റ് സീനായിരുന്നു. പക്ഷെ അത് തന്നെ പുള്ളി അടുത്തിരുന്നു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പുള്ളി ആ പറഞ്ഞ പോലെ ചെയ്തു, സാധനം ആ ടേക്കിൽ ഓക്കെ ആയി. നമ്മൾ സിദ്ദിഖ് സാറിനെ ഇത്രയുള്ളൊരു ആക്ഷൻ കണ്ടിട്ടില്ല. എനിക്ക് ആ സെക്കൻഡ് ഹാഫിലുള്ള സിദ്ദിഖ് സാറിന്റെ ആക്ഷൻ വളരെ ഗംഭീരമാണല്ലേ. അതൊന്നും നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. ഒരു തോക്കിന്റെ ഒക്കെ ഉള്ളൊരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഇവരും അങ്ങനെ എന്ന് വെച്ചാൽ ആക്ഷനിലേക്ക് വരുമ്പോഴത്തേനും അവരും കുറേ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ. ആ സമയത്ത് അവന് കോമ്പിനേഷൻ ഇല്ല. പക്ഷെ ഞാൻ പിന്നീട് അത് കണ്ട് ഞാൻ തോക്കൊക്കെ ഇറക്കിടക്കുന്ന ഞാൻ തന്നെ അടിപൊളി. അതെ അതെ, ആ സീനൊക്കെ നമ്മളും ആ സമയത്ത് തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേന് കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര രോമാഞ്ചാണ്. സിദ്ദിഖ് സാർ എല്ലാ ആക്ടേഴ്സും അത് ഡയറക്ടറുടെ ആ ഒരു ഇതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു പടമാണത്. അതിന് ഇപ്പൊ എന്താ പറയുക, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛനെ അഭിനയിച്ചാലും പറയും അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അവര് ആ പടത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി അതിനൊരു എന്താണ് കംപ്ലീറ്റ് അതിനൊരു രീതി, ഇങ്ങനെയാണ് ഈ പടം എന്നുള്ള അദ്ദേഹത്തിന്റെ തലക്കകത്തുണ്ട്. അതിനെ ജസ്റ്റ് പിക്ചറൈസ് ചെയ്യുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ജസ്റ്റ് ടൂൾസ് എല്ലാവരും. ഇപ്പൊ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ പറഞ്ഞൊരു കാര്യമാണ്, അഭിമന്യുവിന്റെ അച്ഛനായിട്ട് ശംഭു ചേട്ടൻ തന്നെ വന്നിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ഓഫർ വന്നിരുന്നെങ്കിൽ ചേട്ടൻ സ്വീകരിക്കുമായിരുന്നു? ഓഫർ വന്നാൽ ചെയ്യാണ്ടിരിക്കേണ്ട കാര്യം എന്താ, കഥാപാത്രമല്ലേ. അഭിമന്യു എന്താണ് തോന്നുന്നത്, അങ്ങനെ ഒരു റോള് വന്നിരുന്നെങ്കിൽ? അല്ല എനിക്ക് അവന് കുറച്ചും കൂടി ടെൻഷൻ വരുമായിരുന്നു തോന്നുന്നു അല്ലേ. ആണല്ലേ, അച്ഛൻ കൂടെ ചെയ്യുമ്പോ എനിക്ക് എന്താണ് അങ്ങനെ തോന്നുന്നത്. അതെങ്ങനെ അതിന്റെ ഇതാണ് എനിക്ക്. പക്ഷെ ആദ്യത്തെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അവര് എന്റെ കൂടെ ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പലപ്പോഴും ഇതുപോലുള്ള കൊച്ച് ആദ്യത്തെ പടത്തില് അങ്ങനെ തന്നെ ഇങ്ങനെ വിറയ്ക്കുന്ന ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്, ന്യൂ കമേഴ്സ്. കാര്യം ഞാനൊരു സീനിയർ ആണല്ലോ. കാര്യം അവരൊക്കെ ആ പിള്ളേരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ആളാണ്. അപ്പൊ അവര് വന്ന് നിൽക്കുമ്പോൾ ഒന്നാമത് എന്താണ് പുലി കുട്ടി മറ്റേത് മറിച്ചത് ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണല്ലോ വരുന്നത്, എന്നൊക്കെ പറയുന്ന പോലെ പേരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ അശ്ലീല ഡയറക്ടർമാരും ഒക്കെ ശ്രമിച്ചേട്ടോ അവർക്ക് ഭയങ്കര ചൂടനാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇതാക്കുകയും ചെയ്യും അതിന്. അപ്പൊ അവര് ഒന്ന് വിറയ്ക്കും. പിന്നെ അവരെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മളൊരു വലിയ ടാസ്ക്കാണത്. ഞാനത് കഴിയുന്നതും ചെയ്യാറുണ്ട് അങ്ങനെ.
ചേട്ടൻ ശരിക്കും അപ്പൊ ഇവര് ഈ പേടിക്കുന്ന പോലെ സെറ്റ് ചെല്ലുമ്പോഴത്തേക്കിനും കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റും അങ്ങനെയൊക്കെയാണ്? ഞാൻ വളരെ തമാശയായിട്ട്, കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ക്യാരക്ടറായിട്ടേ നിൽക്കാറുള്ളൂ. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷമ്മി തിലകൻ അവിടെ ഇല്ല. അത് ആ കാരവാനിലോ അല്ലെങ്കിൽ എവിടെയാണോ മേക്കപ്പ് റൂമിൽ അഴിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ കോസ്റ്റ്യൂമും ഇതും എല്ലാം എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടറാണ്. അപ്പോൾ അതിന് എങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രമേ അവിടെ വിഷയമുള്ളൂ. അതിനുവേണ്ടി ഡയറക്ടർ എന്തൊക്കെ പറയുന്നു, ആ ടിപ്സ് എന്തൊക്കെയാണ്, അതിനെ കൂടുതൽ നമുക്ക് പിന്നെന്താ അവിടെ പണി, അല്ലേ നമ്മൾ കാശ് കളിക്കുന്നേ. അല്ലാണ്ട് നമ്മൾ അവിടെ പോയിരുന്നിട്ട് പിന്നെ ജാട കാണിക്കാനും ഒക്കെ പോയിട്ട് വല്ല കാര്യം. പിന്നെ ആവശ്യത്തിലധികം ജാട എനിക്ക് നാട്ടുകാർ തരുന്നുണ്ട്. പിന്നെ ഞാൻ ജാട കാണിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നതിലധികം ജാട എനിക്ക് നാട്ടുകാർ തരുന്നുണ്ട്, നമ്മുടെ മേൽ തരുന്നുണ്ടല്ലോ. എന്റെ അല്ല തരുന്നുണ്ട്. പിന്നെന്തിനാ ഞാൻ അവരോട് ജാട കാണിക്കുന്നത്? അതെന്തുകൊണ്ടാട്ടോ എല്ലാവർക്കും അങ്ങനെ തോന്നാൻ കാരണം? അത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇത്രയും ജാട. എനിക്കൊരാഗ്രഹം ഉണ്ടാവണമല്ലോ, നമുക്ക് ഇത്ര ഭയങ്കര ജാടയിലൊക്കെ പോകണം. അല്ല, എന്തുകൊണ്ടാണ് അവരിങ്ങനെ അവർക്ക് തോന്നാൻ കാരണം? ചേട്ടൻ അങ്ങനെ ആ ജാടയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഷമ്മി തിലകൻ എന്നുള്ള എനിക്ക് ജാട എന്ന് പറയുന്നത് പല രീതിയുണ്ടല്ലോ. നമുക്കൊരു അവനെ കാണുമ്പോൾ ഒരു ജാട എന്നുള്ള ഒരു തോന്നൽ ആൾക്കാർക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത്, അത് ഞാൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത ജാട നാട്ടുകാർ എനിക്ക് തരുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ആ രീതിയിലാണ് പെരുമാറുന്നത്. പിന്നെ ഞാൻ എന്തിനാ അവരുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടി ജാട കാണിക്കണം എന്നാ ഞാൻ ചോദിക്കുന്നത്. ശരി ശരി. ഇപ്പം അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒരുപാട് സിനിമകൾ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ. ഇപ്പൊ നമ്മള് ഈ ഒരു മൈക്കിൾ എന്ന് പറഞ്ഞ ആ പടത്തിനകത്തെ മിക്കായൽ എന്ന് പറഞ്ഞ പടത്തിനകത്തെ ഒരു ബാക്കിയായിട്ടാണല്ലോ നമ്മളിപ്പോ മാർക്ക് വന്നേക്കുന്നത്. രണ്ടും അപ്പം അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ ഒരു ക്യാരക്ടർ എടുക്കുവാണെങ്കിൽ, അത് ഏതെങ്കിലുമൊക്കെ ഒരു സിനിമയിലെ ക്യാരക്ടർ എടുക്കുവാണെങ്കിൽ അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സിനിമയുണ്ടോ? അഭിമന്യുവിന്റെ പേഴ്സണൽ ഫേവറേറ്റ്, അതായത് ഒരു ഫീച്ചർ ഫിലിം പോലെ ഒരു ഫുൾ ഓഫ് റോള് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ബലരാമനെ പോലെ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള പടമാണ്, ഇഷ്ടമുള്ള പടമാണ്. ഇംഗ്ലീഷ് സിനിമ അല്ലല്ലേ, മലയാളം പടം. അതായത് ചേട്ടന്റെയും അച്ഛൻ്റെ അത് അങ്ങനെ ഒരു പടം, എനിക്ക് ഇഷ്ടമുള്ള പടം. പ്രജ നൈസാണ് അത്. അത് വരണമെന്നുണ്ടല്ലേ, ഫുൾ ക്യാരക്ടറായിട്ട് ബലരാമ വരണമെന്ന്. ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആണ് അതല്ല, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെ ഒരു ഇതെന്നേ ഉള്ളൂ. അത് വേണമെന്നുള്ളതല്ല, ആഗ്രഹം. താങ്കൾ ചോദിച്ചതിനൊരു മറുപടി ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ? അതെ. ഇപ്പം ഇത് എൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ കേട്ടോ. അതായത് ഞാൻ ഷമ്മി ചേട്ടൻ്റെയും ഇന്റർവ്യൂവിന് വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു ഫാൻ ബോയ് എന്നോട് പറഞ്ഞാണ്, അതായത് ആൾക്ക് ഒരു മലയാള സിനിമയിൽ ഭയങ്കര ഒരു വോയിസ് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മാൻലി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഡോർ ചെയ്യുന്ന ഒരു വോയിസ് ആണ് ചേട്ടൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തിലകൻ സാറ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്റർവ്യൂർ ചോദിക്കും ഈ ഒരു വോയിസ് ഇല്ലായിരുന്നെങ്കിൽ സാർ ഇങ്ങനെ ഇവിടെ ഇത്ര എത്തിപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ വോയിസ് ആണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ചേട്ടനും ആ ഒരു വോയിസ് ഭയങ്കര. ഇതൊന്ന് സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ കിട്ടിയത് തന്നെ ഡബിങ് ആർട്ടിസ്റ്റിനുള്ള ഇതിലാണല്ലോ, ആ ഒരു വോയിസിനെയൊക്കെ വരുമ്പോഴത്തേന്. അപ്പൊ നമുക്ക് എന്നാണ് ഈ ഒരു വോയിസിൽ ഒരു പാട്ടൊക്കെ കേൾക്കാൻ പറ്റും? പാട്ട് കേൾക്കണം, ഞാൻ പാടിയിട്ടുണ്ട്. സൂര്യ TV മറ്റേ എന്താണ് സിംഫണി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ട് വിത്ത് ഓർക്കസ്ട്ര. അതൊരു ഒരു പാട്ട് പാടുന്ന ഒരു പരിപാടിയാണല്ലോ, ഗാനമേള പോലെ ഓർക്കസ്ട്രയൊക്കെ വെച്ച് പാടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയതാണ്. കാരണം മുണ്ടക്കൽ ശേഖരന് വരെ ജീവൻ കൊടുത്ത ഒരു വോയിസ് ആണല്ലോ. പാടാനായിട്ട് അവര് അങ്ങനെ തന്നെ, ഞാനൊരു പാട്ടുകാരനാണെന്ന രീതിയിൽ നടന്നിട്ടില്ല ഒന്ന്. പിന്നെ അങ്ങനെ വരുമ്പോഴല്ലേ ആരെങ്കിലും എന്നെ വിളിക്കുകയുള്ളൂ. അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു പടത്തിൽ ചിലപ്പോൾ ഒരു പാട്ട് പാടിയേന്നിരിക്കാം, അത് ഡിപ്പെൻസ്. അവരിങ്ങനെ അതിനകത്ത് അങ്ങനത്തെ ഒരു പാട്ടുണ്ട്, ഒരു കള്ളു കുടിച്ചൊക്കെ ഉള്ള ഒരു പാട്ടുണ്ട്, അത് ചിലപ്പോൾ ഞാൻ പാടിയെന്നിരിക്കാം, അത് ഡിപ്പെൻസ്, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പണ്ടത്തെ പോലുള്ള അതുപോലെ ഇപ്പോൾ പാടാനൊന്നും ഇപ്പോൾ പറ്റില്ല, കുറച്ച് പ്രായമായതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അല്പം ഗിറ്റാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പാടാൻ പറ്റാത്തത് ഞാൻ അതിൽ പാടാറുണ്ട്, ഗിറ്റാറിൽ വായിക്കാറുണ്ട്. ചേട്ടാ ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ടുപേരും പാടാവും, ഏതെങ്കിലും ഒരു പാട്ടുണ്ട്? കാരണം കുറേ നാളായി പാടുന്നില്ല, രണ്ടുപേരി ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ടോ രണ്ടുപേരും പാടാവും. അച്ഛന് ഇഷ്ടമുള്ളൊരു പാട്ട്, അച്ഛൻ്റെ അവസാനത്തെ റിംഗ് ടോൺ അതായിരുന്നു. ചന്ദ്രകളഭം
ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. ഇപ്പം ഒരു ഫസ്റ്റ് മൂവിയിൽ തന്നെ ഇത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്തു, അല്ലെങ്കിൽ അത് വളരെ സക്സസ് ആയിട്ട് പോയി. അപ്പോൾ ഇനിയും മുമ്പോട്ട് അഭിമന്യുവിന് എനിക്കൊന്ന് കിട്ടുന്നതിൻ്റെ ഒരു എല്ലാവർക്കും ഉള്ളൊരു പ്രതീക്ഷയാണ് അതല്ലേ, അഭിമന്യുവിൽ നിന്ന് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് വരും. അത് അഭിമന്യുവിനും തന്നെ ഉള്ളിൽ അത് ഏറ്റെടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണല്ലേ, കാരണം അതേപോലെ ഒരു ക്യാരക്ടേഴ്സ് ഡെലിവർ ചെയ്യണം. അപ്പോൾ ഇതിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് അഭിമന്യു ആഗ്രഹിക്കുന്നത്, ഈ ഒരു കരിയർ, ആക്ടിങ് കരിയർ? അതൊരു ടഫ് ചോദ്യമാണ്. പോണ വഴിക്ക് പോട്ടെ, അത്ര തന്നെ. അതിനു വേണ്ടിട്ട് ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പോട്ടെ അല്ലേ? നമുക്ക് എന്ത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചറിൽ എന്ത് നാളെ നടപ്പത് യാരറിവാൻ, നാടകമേ ഉലകം എന്നല്ലേ പറയും. നാളെ ഇന്നിപ്പോ എന്ത് എന്നുള്ളതാണ് ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു വിഷയം. ഇപ്പോ പ്രസന്റ് ടെൻസ് ജീവിക്കുക. വരാനിരിക്കുന്ന നാളുകളെ കുറിച്ചും കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ചും ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക എന്നാണ് എൻ്റെ നാടക ഗുരുവായ PJ ആന്റണി എഴുതിയിരിക്കുന്ന ഒരു ഡയലോഗ്. ഞാൻ അതൊക്കെ പഠിച്ചാണ് ഞാൻ ജീവിതം പഠിച്ചതെന്ന് പറയും. അതാണ് എനിക്ക് ഇവനോടും പറയാനുള്ളത്. വരാനിരിക്കുന്ന അത് വരട്ടെ അല്ലേ? ക്യാരക്ടർ ഡിപ്പെൻഡന്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യണ്ടേ. ഇപ്പൊ മാർക്കോയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു, നാളെ വേറൊരു ക്യാരക്ടർ അതിനനുസരിച്ചുള്ള ശാരീരിക ചേഞ്ചസ്. അല്ലാതെ നമ്മൾ അത് നമുക്ക് ഇങ്ങനെ ഇത് വരാൻ പോകുന്ന എന്താണ് നമ്മൾ പറയത്തില്ലേ, വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് മുണ്ട് മടക്കി കുത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അങ്ങ് പോവുക. ഇതല്ലല്ലോ. പിന്നെ നമുക്ക് ഒരു വേഷം അവന് തന്നെ ഒരു വേഷം എഴുതി അങ്ങനെ ഒരു രീതി അവന് ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഉണ്ടാകാം, അതും പറയാൻ പറ്റില്ല. നമുക്ക് നാളെ ചിലപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് അവർ തന്നെ താനെ ഉണ്ടാക്കാൻ ഇനിയത്തെ യുഗം അതാണ്. കാരണം മൊബൈൽ ഫോണിൽ വരെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലമാണ്. എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്കൊന്നും അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ തോന്നിയ വിചാരമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ പോട്ടെ അല്ലേ? അപ്പോൾ എന്ത് ചോദിക്കാൻ വന്നേ, വിട്ടുപോയി. അപ്പോൾ അഭിമന്യുവിന് ഇനിയുള്ള ഓഫേഴ്സ് ഒക്കെ ഒരുപാട് വരാറുണ്ടോ? ഇനി വന്നിട്ടുണ്ടോ ഈ ഒരു സിനിമ വന്നതിന് ശേഷം? സിനിമ വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴും വന്നിട്ടുണ്ട്. കമ്മിറ്റ് ചെയ്തോ പടങ്ങൾ എന്തെങ്കിലും? ഒരെണ്ണം സ്ക്രിപ്റ്റ് കേട്ടിങ്ങനെ വെച്ചതേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം ഓൾമോസ്റ്റ് ഓക്കെ സംസാരിച്ച് ഏകദേശം ഒരു പോസിറ്റീവായിട്ട് നിൽക്കും. ജാനുവരിയിൽ ഒരു പക്ഷേ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും അതിന്റെ. പിന്നെ അച്ഛനെ ഒന്നെണ്ണം വിളിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നെ ഒരു പടത്തിന് വിളിച്ചിരുന്നു. അതില് ഇപ്പോ അതിനകത്ത് എൻ്റെ മകനായിട്ട് ഇവനെ തന്നെ അഭിനയിപ്പിക്കാവുന്നൊക്കെ എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് അവനോട് ചോദിക്കണം, ആ വേഷം അവന് അല്ലേ, രീതിയിൽ അവന്റെ താല്പര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ട്. അപ്പൊ അതിങ്ങനെ 2-3 എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ചേട്ടന്റെ ഏതൊക്കെ പടങ്ങളാണ് ഇനി വരാനുള്ളത്? എൻ്റെ ഇപ്പോൾ ജാനുവരിയിൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന പടം വരുന്നുണ്ട് നമ്മുടെ ടോവിനോയുടെ. അതേ ഉള്ളൂ ഇനി റിലീസാകാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പടം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലോങ് ഗ്യാപ്പായിരുന്നു ഈ ഒരു പടത്തിന്റെ ഇത് കാരണം. ഇപ്പൊ കുറച്ച് നാളായിട്ട് പടങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. വിലായത്ത് ബുദ്ധയുടെ. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് ജനുവരി പകുതിയാകുമ്പോൾ തീരും. അത് കഴിഞ്ഞിട്ട് ആ പടത്തിൽ തന്നെ എനിക്ക് ഈ താടിയും ഈ ഗെറ്റപ്പും മാറി ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. അപ്പൊ അന്നേരെ എനിക്കിനി എൻ്റെ പാസ്പോർട്ട് പോലും എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. ഞാൻ ഒരു അമേരിക്കൻ ട്രിപ്പും ഒക്കെ തുടങ്ങിപ്പോയി. പാസ്പോർട്ട് എക്സ്പയർ ചെയ്തിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ഗെറ്റപ്പ് മാറ്റിയിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതപ്പോ അത്രത്തോളം ഒരു ചേട്ടനൊരു നല്ലൊരു റോൾ തന്നെ ആയിരിക്കില്ല, കാരണം ഇത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയി. അതാണ് നോവല് വായിച്ചാൽ മനസ്സിലാവും. കാര്യം അവരത് വെളിവിടാത്തത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാം. ഇതിന്റെ ഡയറക്ടർ ഇപ്പൊ ആരാണ് ചേട്ടാ? നമ്മൾ സച്ചി സാറാണല്ലോ ചെയ്യാൻ. സച്ചി ആയിരുന്നു ചെയ്യാനിരുന്നത്. അദ്ദേഹത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ജയൻ നമ്പ്യാർ എന്ന് പറയുന്ന ഡയറക്ടറാണ്. ആ പുസ്തകത്തിനോട് ചേർന്ന് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണല്ലേ? ഓക്കെ. ഇപ്പൊ മാർക്കും എനിക്ക് തോന്നുന്നു എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി OTT വരാൻ വേണ്ടിയായിട്ട്. കാരണം കുറെയൊക്കെ സീനുകൾ കട്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അത് സ്പോയിലർ ആണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ റിയാസ് ഖാൻ സാറിന്റെ ഒക്കെ ഒരു പോർഷനൊക്കെ ഉണ്ടെന്ന് അതൊക്കെ നമ്മൾ കാണുന്നില്ല. അതൊക്കെ എല്ലാരും ആ ഒരു എന്താ പറയുക, റോ മാർക്കോയെ കാണാൻ വെയിറ്റ് ചെയ്യുന്നത് OTT-യിലാണ്. കാരണം എല്ലാരും വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആ
കറക്റ്റ് ആയിട്ട് കിട്ടണം ആ വയലൻസ് ഫുൾ ആയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം വയലൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിനകത്തും ഉണ്ട്. പിന്നെ OTT കുറച്ച് പോർഷൻസ് ഇപ്പൊ റിയാസിക്കയുടെ പോർഷൻസ് ഒക്കെ OTT ഒരു നല്ല പോർഷനാണ് അതൊക്കെ. ഇപ്പൊ അതില് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അത് സ്പോയിലർ ആണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ ഒരു ലാസ്റ്റില് ഉണ്ണിമൂന്നൻ നമ്മൾ ആ ഒരു സീനിലൊക്കെ കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ട്. അതെല്ലാവരും എനിക്ക് തോന്നുന്നു റിയാസ് ഖാൻ അങ്ങനെയൊക്കെയാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ അതോ ഇനിയും സസ്പെൻസ് ആണോ അത് മാർക്കറ്റ് 2 ഒരു പക്ഷെ വെച്ചതായിരിക്കാം. മാർക്കറ്റ് 2 ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ മാർക്കറ്റ് 2 ഉണ്ടെന്നാണ് ഇപ്പൊ അമ്മേനി പറയുന്നത് അല്ലേ? അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ഈ ഇടയ്ക്ക് ഒരു തിയേറ്റർ വിസിറ്റിനെ കണ്ട് വന്നപ്പോഴങ്ങോട്ട് പറഞ്ഞു അപ്പം പക്ഷെ എനിക്കത് ഇത് പ്രീക്വൽ ആണെങ്കിൽ ചിലപ്പോ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ അഭിമന്യുവിനെയൊക്കെ? അതും ഉണ്ടാകാൻ വഴിയില്ലെന്ന് പ്രീക്വൽ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ സീക്വൽ ആണെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ എന്നാണ് നമ്മൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ സംസാരിക്കാൻ പറ്റി, കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ചേട്ടാ.